കേരളം ഒന്നാകെ എല്ലാ ജനങ്ങളും നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നത്തിലേക്കാണ് നമ്മൾ ആദ്യം കടക്കുന്നത്. കാൽനട യാത്രക്കാർക്കുൾപ്പെടെ വെല്ലുവിളി ഉണ്ടാക്കിക്കൊണ്ട് ചീറിപ്പായിയാണ് സ്വകാര്യ ബസ്സുകൾ. മത്സരയോട്ടം അങ്ങനെ പതിവായി നടക്കുകയാണ്. ഇന്ന് രാവിലെ കളമശ്ശേരിയിൽ സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടത്തിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നു. ഗതാഗത വകുപ്പ് നടപടി കടുപ്പിക്കുമ്പോഴും പുല്ലുവില കൽപ്പിച്ചാണ് സ്വകാര്യ ബസ്സുകളുടെ ഈ മരണപ്പാച്ചിൽ. പ്രൈവറ്റ് ബസ്സുകളുടെ ചീറിപ്പാഞ്ഞുള്ള മത്സരയോട്ടത്തിൽ നിരത്തുകളിൽ പൊലിഞ്ഞില്ലാതാകുന്നത് ഇത്തരത്തിൽ പാവപ്പെട്ടവരുടെ ജീവനുകളാണ്. മത്സരയോട്ടത്തിൽ ജീവനുകൾ പൊലിയുന്നത് തുടർക്കഥയാവുകയാണ്. സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടത്തിനിടെ സ്വിഗ്ഗി ജീവനക്കാരനായ യുവാവിന്റെ ജീവനാണ് ഇന്ന് കളമശ്ശേരിയിലെ നിരത്തിൽ പൊലിഞ്ഞത്. ആലുവയിലേക്ക് പോയ ബിസ്മില്ല എന്ന സ്വകാര്യ ബസ്സാണ് ഇടിച്ചത്. മറ്റൊരു ബസ്സിനെ മറികടന്ന് മുന്നോട്ടു പോകുമ്പോഴാണ് അബ്ദുൽ സലാം സഞ്ചരിച്ച ബൈക്കിൽ തട്ടുന്നത്. ബസ് തട്ടി താഴെ വീണ യുവാവിന്റെ ദേഹത്തുകൂടി ബസിന്റെ പിൻചക്രങ്ങൾ കയറിയിറങ്ങി. സമാന സംഭവം ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നേരോ ആയിട്ടുള്ള റോഡാണ്. ഇതേപോലെ തന്നെ കഴിഞ്ഞ ജൂലൈ 5-ന് ബസ്സുകാരൻ വളരെ സ്പീഡിൽ പോകുന്നതും ഒരു കാറ് അതിന്റെ ചുമരിലേട് ജാമാക്കി ബസ്സിലുള്ള ആളുകൾ വളരെ രൂക്ഷമായിട്ടൊക്കെ സംസാരിക്കുന്ന സംഗതികൾ കണ്ടായിരുന്നു. അപ്പൊ ഇന്ന് അതേപോലെ തന്നെ ഒരു സംഗതിയാണ് നമ്മളെ കണ്ണിന് മുമ്പിൽ കണ്ടത്. മത്സരിച്ചോടുന്ന ബസ്സുകൾ പരസ്പരം ഓവർടേക്കിംഗ് അനുവദിക്കാതെയും നിരത്തിൽ തലങ്ങും വിലങ്ങും പായുന്നത് യാത്രക്കാർക്കും മറ്റു വാഹനയാത്രക്കാർക്കും ഭീതി സൃഷ്ടിക്കുകയാണ്. ഒരു വണ്ടിയും കയറ്റി വിടില്ല, എപ്പോഴും വട്ടം വെച്ച് ഓടിക്കുന്ന ആൾക്കാരാണ് പ്രൈവറ്റ് ബസ്സുകാരെന്ന് പറഞ്ഞാൽ. എവിടെയും നോക്കിയാലും ബ്ലോക്ക് പരമാവധി ഉണ്ടാക്കുന്നു ഇവരാണ്. മറ്റുള്ളവർക്ക് ഒരു കണക്കിന് ശല്യമാണ് ഇവർ. എന്താ ഇവരെ ആശ്രയിക്കാണ്ട് പറ്റില്ലല്ലോ, നമുക്കും ജീവിക്കണ്ടേ. നമ്മളും വണ്ടി കൊണ്ട് നടക്കുന്നല്ലേ റോഡിൽ കൂടെയൊക്കെ. ബസ് തൊഴിലാളികൾക്കിടയിൽ ലഹരി ഉപയോഗിക്കുന്നവർ ഏറി വരുന്നതായാണ് വിവരം. ഡ്യൂട്ടി സമയങ്ങളിൽ പോലും ലഹരി ഉപയോഗിക്കുന്നവരുണ്ടെന്ന് യാത്രക്കാർ പറയുന്നു. മത്സരക്കൂട്ടം വളരെയധികം ഹീനമായ രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇവർ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എന്താണെന്ന് പോലീസ് പോലും ഇപ്പോൾ കണ്ടുപിടിക്കുന്നില്ല. സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം നിയന്ത്രിക്കാൻ മോട്ടോർ വാഹന വകുപ്പും പോലീസും ഇടപെടണമെന്ന് യാത്രക്കാർ പറയുന്നു. നിരത്തുകളിലെ ഇത്തരം മത്സരയോട്ടം കാരണം പൊലിയുന്നത് പല കുടുംബങ്ങളുടെയും അത്താണിയാകുന്ന ജീവനുകളാണ്. നിരത്തുകളെ കുരുതിക്കളമാക്കിയാണ് പ്രൈവറ്റ് ബസ്സുകളുടെ മത്സരയോട്ടം. കാൽനട യാത്രക്കാരും ചെറുവാഹനങ്ങളും മരണഭീതിയോടെ മാത്രമാണ് നിരത്തിലിറങ്ങുന്നത്. ഇതിനെതിരെ ശക്തമായ നടപടി വേണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. സജിൽ ഗുരുവായൂരിനൊപ്പം സൂര്യശ്രീ, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ഒരാഴ്ച മുൻപാണ് 24 ഒരു ലൈവ് തോൺ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തിയത്. ഒരു പകൽ നേരം, അതിന്റെ പകുതി നേരം മൊത്തമായി ഈ വിഷയത്തിൽ മാറ്റിവെക്കുകയായിരുന്നു 24. അന്ന് ഒരുപാട് വാർത്തകൾ, ഒരുപാട് സംഭവങ്ങൾ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഗതാഗത മന്ത്രി പറഞ്ഞിരുന്നു ഇതിൽ എന്തെങ്കിലും ഒരു ഇടപെടൽ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകുമെന്നുള്ളത്. അതിന് മുൻപേ തന്നെ ഗതാഗത മന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു. ഇത്തരം ഈ മത്സരയോട്ടത്തിൽ നിന്നും മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ വേഗം കുറയ്ക്കാനുള്ള വേഗപ്പൂട്ടുകൾ സ്വകാര്യ ബസ്സുകൾ നിർബന്ധമാക്കണമെന്ന്. പക്ഷേ അതിനോട് അനുകൂലമായിട്ടല്ല അന്ന് സ്വകാര്യ ബസ് ഉടമകൾ പ്രതികരിച്ചത് എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും ഈ ബസ്സുകളുടെ മത്സരയോട്ടത്തിന് ആര് ബ്രേക്കിടും എന്ന ചോദ്യമാണ് ഇപ്പോൾ എല്ലാ കോണുകളിൽ നിന്നും ഉയർന്നു വരുന്നത്. ഇനിയും അധികൃതർ ഇടപെട്ടില്ലെങ്കിൽ നിരത്തിൽ നിരവധി ജീവനുകൾ ഇനിയും പൊലിയുമെന്നാണ് ജനങ്ങൾ പറയുന്നത്. ചില പ്രതികരണങ്ങളിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. പ്രൈവറ്റ് ബസ്സുകാരെ കടിഞ്ഞാണെടുത്തോളം കാലം ഈ രാജ്യം നന്നാവില്ല എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ഇവിടെ കുറച്ച് രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥ ഭരണം നിലനിൽക്കുന്ന ഈ രാജ്യത്ത് ഇതിനൊരു പരിഹാരം എത്രയും വേഗം ഉണ്ടാകുന്നു. മനുഷ്യ ജീവനിവിടെ വിലയാണ്. പിന്നെ അതിനകത്ത് കുറെ പാട്ടുമൊക്കെ ഇട്ടാ ഒരു വണ്ടി ഓടിക്കുന്നു. ട്രാൻസ്പോർട്ട് ബസ്സിന് നമ്മൾ യാത്ര ചെയ്യുന്നില്ല, അവരെത്ര കേട്ടല്ലല്ലോ പോകുന്നത്. പൊതുവെ റോട്ടിൽ കൂടി അവര് ബ്രേക്ക് ഔട്ടില്ല ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കണല്ലോ. നമുക്കിങ്ങനെ വഴി കൂടെ ഒക്കെ നടക്കാൻ വേണ്ടിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ സീബ്ര ക്രോസിന്റെ ഉള്ളിൽ കൂടെ ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മുടെ സൈഡിൽ കൂടെ ഒക്കെ ആയിരുന്നു ബസ് പോയിട്ടുണ്ടായിരുന്നത് കുറച്ചു മുന്നേ. അപ്പൊ അത് ഞങ്ങളപ്പോ പറയുകയും ചെയ്തു, ഈ പച്ച ബസ്സുള്ള ആൾക്കാരായിരുന്നു കൂടുതൽ പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അവരിങ്ങനെ ഭയങ്കര നമ്മൾ അടുത്തുകൂടെ പോയപ്പോ നമുക്ക് ഭയങ്കര ഇഞ്ചുറീസ് ആവാനുള്ള ചാൻസ് കൂടുതലല്ലോ. ടൈമല്ല, അവര് ടൈം നോക്കിയാണല്ലേ ഓടിക്കുന്നത്. നമ്മളെ കൊന്നിട്ട് വണ്ടി ഓടിച്ചിട്ട് എന്താ കാര്യം? ഇവിടെ നിയമത്തിന്റെ വഴിക്ക് പോയാണ്, പക്ഷെ അവന് ശിക്ഷിക്കപ്പെടുന്നില്ല എന്ന്. ഇവിടെ ശിക്ഷിക്കപ്പെട്ട് ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല. അതൊരു തർക്കം വേണ്ട കാര്യത്തിൽ.